ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. തമ്പനയിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ ഭയങ്കര ആവേശത്തിലായിരുന്നു. കാരണം ഫെബ്രുവരിയിൽ എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ആദ്യമായിട്ട് iPhone 15 Pro മേടിച്ചു തരുന്നത്. അപ്പോഴേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എപ്പോഴും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകണം ഫോൺ എപ്പോഴും, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 20-ാം തീയതി iPhone 16 പ്രോയും പ്രോ മാക്സും ഒക്കെ ഇറങ്ങിയപ്പോൾ ഒരാഗ്രഹം, അത് വാങ്ങിച്ചാലോ. ഈ ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുൻപായിട്ട് തന്നെ ഹസ്ബൻഡിൻ്റെ 11 ബാറ്ററി ഡൗണ്, അങ്ങനെ പല സൈൻസും കാണിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും അത് മാറ്റണം. അപ്പം പിന്നെ 16 തന്നെ ആക്കാം. അപ്പോൾ 16 വേണോ 16 Pro വേണോ പ്രോ മാക്സ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. പൊതുവേ എനിക്ക് മാക്സ് വലിയ ഇഷ്ടമല്ല, കാരണം ഭയങ്കര നീളും കുറച്ച് ഹൈറ്റൊക്കെ കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഏതായാലും പോയി നോക്കാം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് തൊട്ടടുത്തൊന്നും ആപ്പിൾ സ്റ്റോറില്ല. 2 സ്ഥലങ്ങളാണുള്ളത്, ഒന്ന് സൗത്താംപ്ടണും ഒന്ന് ബാത്തും. ബാത്ത് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇംഗ്ലണ്ടിൽ തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ സ്പോട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു കൺട്രി സൈഡാണ്, ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു, കുറച്ചൊരു മൂടിയൊരു കാലാവസ്ഥയായിരുന്നു. പൊതുവേ ഒരു ഓട്ടം ആ ഒരു സീസണായി ഇവിടെ, അതിൻ്റേതായിട്ടുള്ളൊരു മൂടലുണ്ട്. അങ്ങനെയല്ല, ഓട്ടമായതിൻ്റെ ആ ഒരു ഇലകളൊക്കെ കുറേ കളർ വ്യത്യാസമൊക്കെ വന്നു. പക്ഷെ ഒത്തിരി ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ പോലെ നല്ല മഴയും ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ ഡിസിഷൻ, പോയി വാങ്ങാം. അങ്ങനെ നല്ല തിരക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലൊക്കെ ഭയങ്കര തിരക്കല്ലേ, വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര റഷ്, കിട്ടാനില്ല, ഐറ്റം ഇല്ല എന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. ഞങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു അവൈലബിൾ ആണോ. നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് 1 TB ആണ്. അപ്പം അത് പൊതുവേ സ്റ്റോക്ക് കുറവാണെന്നും പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ എത്തുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് തരാം, ഭയങ്കര എൻക്വയറി ആണ്, എക്സ്പെക്റ്റ് ചെയ്യാം, പറ്റുമെന്ന് ഉറപ്പില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോകുന്ന വഴിക്കുള്ള ഓരോരോ കാഴ്ചകളാണ്. ബാത്ത് ഏകദേശം എത്താനായപ്പോൾ തന്നെ മനസ്സിലായി കാണും, ആ വീടുകൾക്കൊക്കെ ആകെ ഒരു വ്യത്യാസമാണ്. അതിൻ്റെ ബിൽഡിങ്ങിനൊക്കെ ആ ആർക്കിടെക്ചറൊക്കെ കുറച്ച് വ്യത്യാസമാണ്. എൻ്റെ ലൈഫിലെ ആദ്യത്തെ iPhone എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iPhone 7 ആണ്. എൻ്റെ അച്ഛനാണ് എനിക്കത് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ 3rd ഇയറിൽ പഠിക്കുമ്പോൾ. അതിനു മുൻപ് ചേച്ചിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ലൈഫ് 7 ആണ്. 7-ൽ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 15 Pro ആണ്. അപ്പോൾ ഇത് 15 Pro എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗിഫ്റ്റാണ്. പക്ഷേ ഇത് ഞാൻ സ്വന്തമായി ഏൺ ചെയ്ത് വാങ്ങിക്കാം എന്ന് തീരുമാനിച്ച. അപ്പോൾ അതിൻ്റേതായ ഒരു ആവേശം കുറച്ച് കൂടുതലായിരുന്നു. ഏതായാലും ബാത്ത് ഓൾമോസ്റ്റ് എത്താറായി. നല്ല മഴയുണ്ടെങ്കിലും നല്ലൊരു സ്ഥലമാണ്. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് മറ്റ് ഇംഗ്ലണ്ടിലെ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബാത്ത്. ഇത് കണ്ടില്ലേ, ബസ് സ്റ്റോപ്പ് തല തിരിഞ്ഞിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ നേരെയുണ്ട്, ഇതുപോലെ തല തിരിഞ്ഞിട്ടും ഉണ്ട്. അതെന്താണ്, എനിക്കൊന്നും ഈ മഴയൊക്കെ തടുക്കാനാണോ എന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ യഥാർത്ഥ റീസൺ എന്താണെന്ന്. മഞ്ഞും മഴയൊക്കെ പ്രതിരോധിക്കാൻ തന്നെ ആവണം അങ്ങനെ തല തിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മൾ എത്തി. പിന്നെ നമ്മൾ ബാത്തിലെ സിറ്റി സെൻറ്ററിൻ്റെ അവിടെ പാർക്ക് ചെയ്തു. നമ്മൾ ഫോൺ എടുക്കുന്നത് ബാത്തിലെ സൗത്ത് ഗേറ്റ് ആപ്പിൾ സ്റ്റോറിലാണ്. അപ്പോൾ ഒരു ചീഞ്ഞ മഴയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചീഞ്ഞ മഴ ഞങ്ങൾ ആ മഴയത്ത് എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ച് അവിടെ എത്തി. അപ്പോൾ ഒരു ഡബിൾ ഡക്കർ ബസ്സും ഒക്കെ കാണാൻ പറ്റുന്നില്ലേ. അതെ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഉണ്ണേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അടയ്ക്കാനാവും, വേഗം വാ. അങ്ങനെ ഞങ്ങളിതാ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മെക്ഡി പോകണം. ബർഗർ ഫുഡ് മുഖ്യമാണല്ലോ.
ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സൗത്ത് ഗേറ്റ് ആപ്പിൾ സ്റ്റോറിലേക്ക് പോണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് നടന്നു പോവാണ്. സിറ്റി സെൻറ്ററിൽ പാർക്ക് ചെയ്തു. ഇതാണ് പ്രോപ്പർ ബാത്തിൻ്റെ സിറ്റി സെൻറ്റർ. നല്ല രസമാണ് കാണാൻ. എല്ലാം തൊട്ടടുത്തടുത്തടുത്തായിട്ടുണ്ട്. ഇവിടെ സൈക്കിളൊക്കെ കെട്ടിയിട്ട് കണ്ടില്ലേ, ലോക്ക് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇവിടെ സൈക്കിളൊക്കെ അങ്ങനെ തന്നെ മുറിച്ച് കൊണ്ടുപോകുന്ന റോബറിയൊക്കെ ഉള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ കുറച്ചുകൂടെ കുറവാണ്. ഡോർസെറ്റ്, സോമസെറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ കളവൊക്കെ കുറവാണ്. ഫൈനലി ഞങ്ങൾ ആപ്പിൾ സ്റ്റോറിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നാട്ടിൽ അത്രയും തിരക്കുണ്ടോയെന്നറിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഏതായാലും അതിൻ്റെയൊക്കെ ഒരു സൈസും ലെങ്ത്തും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ 15 Pro, 15 Pro Max ഇതിലേത് വേണം. പ്രോയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്തത് പോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാഫായിരുന്നു. നല്ലതായിരുന്നു. ക്വിക്ക് ഡിസിഷൻ ആയിരുന്നു. സോ ഞാനതൊന്ന് കാണിച്ചു തരാം എന്താണ് വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടോ. കാഴ്ചയിൽ വലിയൊരു ഡിഫറൻസ് ചെറുതായിട്ട് 15 Pro എന്ന് വെച്ച് നോക്കുമ്പോൾ 16 Proയ്ക്ക് ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ ഒരു എക്സ്ട്രാ ബട്ടൺ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് കാഴ്ചയിൽ കണ്ട ഒരു വ്യത്യാസം. പിന്നെ 15 Proയെ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെ ക്യാമറ ക്വാളിറ്റിയിൽ എല്ലാം നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഫൈനലി തീരുമാനിച്ചു 15 Pro തന്നെ മതിയെന്ന്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ചെറുതായിട്ടൊന്ന് ഞങ്ങൾ മാക്ബുക്കൊക്കെ നോക്കി. വാങ്ങിയിട്ടില്ല, നോക്കി. അപ്പം ഫോൺ സെലക്റ്റായി. ഇനി അതിൻ്റെ കവർ നോക്കണം. അപ്പം ട്രാൻസ്പാരൻ്റ് ആയിരിക്കും കുറച്ചുകൂടെ നന്നാവുക. കാരണം ഡെസേർട്ട് ടൈറ്റാനിയം ആ ഒരു ഡിഫറെൻറ്റ് കളറ് 16 Proയ്ക്ക് വന്നതല്ലേ. അപ്പം അത് കാണാനും ഒക്കെ അതിൻ്റെ ഭംഗിയൊക്കെ കുറച്ചുകൂടെ അറിയണമെങ്കിൽ ട്രാൻസ്പാരൻറ്റ് കവർ ആയിരിക്കും എന്ന് തോന്നി. പക്ഷേ എനിക്ക് ആ റെയിൻബോ കവർ എടുക്കണമെന്നാണ് തോന്നി, റെയിൻബോ പോലത്തെ മിക്സഡ് കളറ്. പക്ഷേ ഉഡേഡർ അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ തന്നെ വെച്ചു. അത് നല്ല രസമല്ലേ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഏതായാലും കവർ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സ്ക്രീൻ ഗാർഡും ഇവിടെ നിന്ന് തന്നെ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. അപ്പം നാട്ടിൽ എനിക്ക് തോന്നുന്നു, നാട്ടിൽ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു 20,000-ഓളം കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫോൺ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കോൺട്രാക്റ്റിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ കോൺട്രാക്റ്റിലല്ല ഞാൻ വാങ്ങിച്ചത്. പക്ഷെ പൊതുവേ കോൺട്രാക്റ്റിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാളും ചീപ്പായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഞങ്ങളതിനിടയ്ക്ക് ഒന്ന് മാക്ബുക്കിൻ്റെ ഒക്കെ ചോദിച്ചായിരുന്നു, പക്ഷെ വാങ്ങിയിട്ടില്ല. നമ്മളൊന്ന് അന്വേഷിച്ചതാണ്. എല്ലാം നല്ല ഡിസ്പ്ലേ ഉണ്ട്, എല്ലാം വാച്ച് ഉണ്ട്, മാക്ബുക്ക്, ഐപാഡ് എല്ലാം ഉണ്ട്. ഒരു വലിയ സ്റ്റോറാണ്. ഇതൊരു ബ്ലാക്ക് കളർ മാക്ബുക്ക്. ബ്ലാക്ക് അല്ല, ഷെയ്ഡിന് വേറെ പേരുണ്ട്. സോ എന്തായാലും ഞാൻ ഹാപ്പിയായി. പേയ്മെൻ്റൊക്കെ ചെയ്തു. കാർഡ് പേ ആയിരുന്നു. കാർഡ് പേ ഒക്കെ ചെയ്യാൻ വിചാരിച്ചപ്പം അതിൻ്റെ പിൻ ഓർമ്മയില്ല. അങ്ങനെ ലാസ്റ്റ് കാർഡ് എപ്പോഴും വൈഫൈയിലേ ഇനേബിൾ ചെയ്യാം. പിന്നെ ഫോണിലൊക്കെ നോക്കി അങ്ങ് ചെയ്ത് കൊടുത്തു. സോ ഓവറോൾ സ്റ്റോറിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്.
നമുക്ക് അലോട്ട് ചെയ്ത സ്റ്റാഫ് അടിപൊളിയായിരുന്നു കേട്ടോ, വളരെ ക്യുക്കായിരുന്നു. സോ ഫൈനലി പേയ്മെൻറ്റ് കഴിഞ്ഞു, ഫോൺ തന്നു. യെസ്, ഹാപ്പിയായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ എന്തായാലും അൺബോക്സ് ചെയ്യാമെന്ന്. കാരണം നമുക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റ് ഒന്നുമില്ല, എന്നാലും എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഇവിടെ നിന്ന് അൺബോക്സ് ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ സ്ക്രീൻ ഗാർഡ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇവിടെ ചെയ്യും. അതിനും വാറൻറ്റി ഒക്കെ ഉണ്ട്. അത് നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, വാറൻറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ബബിളായാലും എന്തെങ്കിലും ഡാമേജ് വന്നാലും ഒക്കെ ചെയ്യും. അപ്പം അൺബോക്സിംഗ് ഒക്കെ ഉണ്ണേട്ടൻ ചെയ്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ iPhone 7, എൻ്റെ ഫസ്റ്റ് ഐഫോണ് റോസ് ഗോൾഡ് കളറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കളറ്. അപ്പം അതിനോട് കുറച്ചൊരു എന്താ പറയുക, മാച്ചായിട്ടുള്ള ആ ഒരു സിമിലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഡെസേർട്ട് ടൈറ്റാനിയം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ റോസ് ഗോൾഡാണ് ഇഷ്ടം. റോസ് ഗോൾഡ് വെറൈറ്റി വന്നിട്ടില്ല, ഡെസേർട്ട് ടൈറ്റാനിയാണ്. പക്ഷെ എന്നാലും അതിനോടൊരു സിമിലറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര കുറച്ചുകൂടി സ്മൂത്തായിട്ടാണ് തോന്നിയത്. 35 പൗണ്ട്സിൻ്റെ അടുത്താണ് നമുക്ക് സ്ക്രീൻ ഗാർഡിനായത്. അതായത് ഒരു നാട്ടിലൊരു 3600 ആ ഒരു റേഞ്ച് വരും. നാട്ടിൽ അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞ പോലെ വാറൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. സോ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മളത് പർച്ചേസ് ചെയ്തു. പിന്നെ മാക്ബുക്ക് നമ്മൾ നോക്കി വെച്ചു. ഇനി അങ്ങനെ വാങ്ങിക്കാൻ തോന്നുകയാണെങ്കിൽ വരാമല്ലോ എന്ന് കരുതി അങ്ങനെ നമ്മൾ വളരെ ഹാപ്പിയായി തിരിച്ചു പോന്നു. അപ്പം അത് ഒട്ടിക്കുന്ന ആ ഒരു രംഗം കൂടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്കെന്തോ അത് ഭയങ്കര കൗതുകമായി തോന്നി. നാട്ടിലും നമ്മൾ മറ്റ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് അങ്ങനെയല്ല ചെയ്യുക. അപ്പോൾ ഒരു മെഷീൻ വെച്ചിട്ടാണ് അവരിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഐ തിങ്ക് ഈ സിസ്റ്റം ഇപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ടാവും. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഭയങ്കര ഈസിയാണ്, എന്നാൽ കുറച്ചുകൂടി ബബിളൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അത്ര തന്നെ. അങ്ങനെ ഈ കുട്ടി വ്ളോഗ് കഴിയുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും.